ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അനുഭവ കഥ കേട്ടാലോ? എന്നാൽ സമയം ഒട്ടും കളയാതെ നേരെ കഥയിലേക്ക് കടക്കാം. നമ്മളിൽ പലരും മരണത്തെ ഭയക്കുന്നു. ഒരു ദിവസം മരണം നമ്മളെയും തേടിയെത്തും. ആ സത്യം നമുക്കറിയാമെങ്കിലും മരണത്തെ നമ്മൾ പലരും ഭയക്കുന്നു. പക്ഷേ മരണം അത് നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിലോ? ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കലും മരണം സംഭവിക്കുന്നില്ലെങ്കിലോ? ഒന്ന് മനസ്സിരുത്തി നിങ്ങൾ ചിന്തിച്ചേ. മരണമില്ലാത്തൊരു ജീവിതത്തെപ്പറ്റി. അത് ഭാഗ്യമായിരിക്കുമോ അതോ അതൊരു ശാപമായിരിക്കുമോ? എന്തായാലും ഈ കഥ മുഴുവനായി കേട്ടതിന് ശേഷം ഈ ചോദ്യത്തിനുള്ള ഉത്തരം മറക്കാതെ പറയണേ. കുട്ടിക്കാലം മുതൽക്കേ ഞാൻ കേട്ടു വളർന്ന ഒരു കാര്യമുണ്ട്. അത്യാഗ്രഹം അത് നമ്മളെ പാപത്തിലേക്ക് നയിക്കും. പാപം അത് മരണത്തിലേക്കും. അത് സത്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ മരിക്കാത്തത്? അത്യാഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി. പക്ഷേ ഇപ്പോഴും മരണം എന്നെ തേടിയെത്തിയിട്ടില്ല. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ. പലതവണ ഞാൻ മരിക്കാനായി ശ്രമിച്ചതാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി നല്ല ഉയരമുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. മേൽക്കൂരയ്ക്ക് മുകളിൽ നിന്ന് ഞാൻ താഴേക്ക് ചാടാൻ ഒരുങ്ങിയതും ആരോ എന്റെ അരയിൽ മുറുകെ പിടിച്ചതുപോലെ എനിക്ക് തോന്നി. സത്യമായിട്ടും ശക്തമായ 2 കരങ്ങളുടെ സ്പർശനം അതെനിക്ക് അനുഭവപ്പെട്ടതാണ്. തണുത്ത് വിറങ്ങലിച്ച ആ കൈകളുടെ സ്പർശനമേറ്റതും തിരിഞ്ഞൊന്ന് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലാണ്ടായി. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. നല്ല ബലമുള്ള ഒരു കയറെടുത്ത് ഉത്തരത്തിൽ കെട്ടിയതിനു ശേഷം ഞാനതിന്റെ തുമ്പെടുത്ത് കുരുക്കിട്ട് കഴുത്തിൽ മുറുക്കി. പിന്നീട് നിന്നിരുന്ന കസേര കാലുകൊണ്ട് തട്ടിമാറ്റാൻ ഒരുങ്ങിയപ്പോൾ എന്റെ കാലുകൾ അനങ്ങുന്നേയില്ല. അതെ, എനിക്കെന്റെ കാലുകൾ പോലും ഒന്ന് അനക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മെല്ലെ താഴേക്ക് നോക്കി. കസേരയോടൊപ്പം തന്നെ എന്റെ കാലുകൾ അള്ളിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കൈകൾ എന്നെ മരിക്കാൻ അനുവദിച്ചില്ല. നിങ്ങൾ എന്താണൊന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയൂ. ചുറ്റും നിറഞ്ഞിരിക്കുന്ന ഇരുട്ടിൽ നിന്ന് ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പതിഞ്ഞ ഒരു ചിരി പോലെ, അല്ലെങ്കിൽ അടക്കിപ്പിടിച്ചുള്ള സംസാരം, അങ്ങനെ എന്തെങ്കിലും? അതുമല്ലെങ്കിൽ ഏങ്ങലടിച്ചുള്ള കരച്ചിൽ? ഇല്ല അല്ലേ? പക്ഷേ എനിക്ക് കേൾക്കാം. എല്ലാ ദിവസവും ആ ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നു. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും. എന്തിനേറെ പറയുന്നു, ഞാൻ എവിടെ പോയാലും ഈ പിറുവിറുക്കലും കരച്ചിലും ചിരിയും അലർച്ചയും അതെല്ലാം എന്നെ സദാസമയവും പിന്തുടരുന്നു. ഞാൻ എന്റെ വീടിനകത്തിരുന്നാലും ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നാൽ പോലും ആ ശബ്ദങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഭ്രാന്താണെന്ന്. അല്ല, ഞാനൊരു ഭ്രാന്തനല്ല. എന്റെ പേര് അനന്തനാരായണൻ. എന്റെ അച്ഛൻ സൂര്യനാരായണൻ കാളിദേവിയുടെ വലിയൊരു ഭക്തനായിരുന്നു. ഞാൻ എന്റെ ആത്മീയ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്റെ അച്ഛന്റെ ഗുരുവായ കിഴക്കേടത്ത് ഭട്ടതിരിപ്പാടിന്റെ കീഴിലായിരുന്നു. വളരെ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. വേദം, പുരാണം, ഉപനിഷത്ത് ഇവയിലെല്ലാം തന്നെ എനിക്ക് നല്ല അറിവുണ്ടായിരുന്നു. ഇക്കാലത്ത് ആരും ഇതൊന്നും പഠിക്കാൻ മെനക്കെടാറില്ല. അതൊരു കാലമായിരുന്നു. നാട്ടിലും വിദേശത്തുമുള്ള കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്തുവാൻ ഞാൻ പോകുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. പക്ഷേ കിഴക്കേടത്ത് ഭട്ടതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ഞാൻ. പക്ഷെ ഇന്നു ഞാൻ എന്റെ അത്യാഗ്രഹം കൊണ്ട് ചെയ്തു കൂട്ടിയ പാപഭാരത്താൽ ഓരോ നിമിഷവും നീറി മരിക്കാതെ മരിക്കുകയാണ്. ഇല്ല, എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. ഇന്ന് രാത്രി ഞാൻ വീണ്ടും ശ്രമിക്കും. കഴിഞ്ഞ 2 പ്രാവശ്യവും ഞാൻ പരാജയപ്പെട്ടു പോയെങ്കിലും ഇത്തവണ അവൾക്ക് എന്നെ തടയാനാവില്ല. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പായി
എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് തുറന്നു പറയണം. എന്തെന്നാൽ അത്യാഗ്രഹം നിങ്ങളെ പാപത്തിന്റെ പാതയിലേക്ക് നയിക്കും. ഒരിക്കലും നിങ്ങൾ ആ വഴി തിരഞ്ഞെടുക്കരുത്. ജീവിതം വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുക, അതാണല്ലോ അത്യാഗ്രഹം. ഇന്ന് ആ അത്യാഗ്രഹം അതെത്രത്തോളം അപകടകരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കൃത്യമായി പറഞ്ഞാൽ ഒരു 19 വർഷത്തിന് മുമ്പാണ് അത് സംഭവിച്ചത്. ജോലി സംബന്ധമായ ഒരു ആവശ്യത്തിനായി തിരുവനന്തപുരത്തുള്ള ആയിപ്പുഴ എന്ന ഗ്രാമത്തിലേക്ക് പോകേണ്ട ഒരാവശ്യം എനിക്കുണ്ടായിരുന്നു. ഏകദേശം 3 മണിക്കൂറിനുള്ളിൽ തീരാവുന്ന ഒരു ജോലിയായിരുന്നു അത്. പക്ഷേ ഒരു 7-8 മണിക്കൂറോളം എനിക്കവിടെ ചിലവഴിക്കേണ്ടി വന്നു. അവിടെ നിന്നുള്ള ലാസ്റ്റ് ബസ് 9 മണിക്കാണ്. ആ ബസ് പിടിക്കാനുള്ള പ്ലാനിലായിരുന്നു ഞാൻ. എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ മുൻപോട്ട് പോയി. പക്ഷേ അപ്രതീക്ഷിതമായി ഒരു മഴ പെയ്യാൻ തുടങ്ങി. ഇടിച്ചു കുത്തിയുള്ള മഴ. രാവിലെ മുതൽ ആകാശം ആകെ ഇരുണ്ട് കിടക്കുകയായിരുന്നു. എന്നാൽ ഉച്ച കഴിഞ്ഞതോടെ നല്ല വെയിലെറിച്ചു. മഴ പെയ്യാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ലായിരുന്നു. പക്ഷേ ആ കൊടുങ്കാറ്റിന് മുൻപുണ്ടായ ശാന്തത, അതിലെല്ലാം മറന്ന് ഞാൻ ജോലിക്കാര്യങ്ങളിൽ മുഴുകി. ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് ശക്തിയേറിയ ഒരു കാറ്റ് വീശി. കരിയിലകളെ കാറ്റിൽ പറത്തി മരച്ചില്ലകളെ ആകെ ഉലച്ച് പൊടിമണം നിറഞ്ഞ ആ തണുത്ത കാറ്റ് വീശിയെത്തിയതിന് പിന്നാലെ തന്നെ ഒരു മഴ ഇരച്ചെത്തി. തോരാതെ പെയ്യുന്ന ആ മഴയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വഴിയിലൊരിടത്ത് അങ്ങനെ നിന്നുപോയി. പെട്ടെന്ന് നടുക്കുന്ന ഒരു ഇടിമുഴക്കമുണ്ടായി. മഴ പിന്നെയും കനത്തു. പെരുവഴിയിലെ ആ മരത്തിന് ചുവട്ടിൽ ആർത്തലച്ച് പെയ്യുന്ന മഴയിൽ നിൽക്കുന്നത് പന്തിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു നേരത്തേക്ക് എവിടെയെങ്കിലും തങ്ങണം. ആ മഴയിൽ നനഞ്ഞു കുതിർന്ന് ഞാൻ അല്പദൂരം മുന്നോട്ട് നടന്നു. ആ നടപ്പിനിടയിൽ അങ്ങ് ദൂരെയായി ചെറിയൊരു വെട്ടം ഞാൻ കണ്ടു. പിന്നീട് വെട്ടം കണ്ട ദിക്കിലേക്ക് ഞാൻ വേഗത്തിൽ നടന്നു. ഇടുങ്ങിയ നടവഴിയുടെ ഇരുവശത്തും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര കാട്ടുമരങ്ങൾ തിങ്ങി വളർന്നു നിന്നിരുന്നു. ഉണങ്ങി വരണ്ടുപോയ ഇലകളെല്ലാം ആ മഴയിൽ നനഞ്ഞ് പുതുജീവൻ വന്നതുപോലെ കാണപ്പെട്ടു. ഇടയ്ക്ക് കണ്ട കുളങ്ങളും കൈത്തോടുകളും മഴവെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങിയിരുന്നു. ചെളിപുരുണ്ട നടവഴി ഒഴികെ അവിടെ കണ്ട കാഴ്ചകളെല്ലാം ഏറെ മനോഹരമായിരുന്നു. ഞാൻ ധരിച്ചിരുന്ന ചെരുപ്പ് വഴിയിലെ ചെളിയിൽ പൂണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ ചെരുപ്പഴിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ഏറെ പ്രയാസപ്പെട്ട് വെളിച്ചം കണ്ട ദിശയിലേക്ക് ഞാൻ നടന്നു മുന്നേറി. അങ്ങനെ അടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, 2 മുറികളുള്ള ഓട് പാകിയ ചെറിയൊരു വീട്. ആ വീടിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ജനൽപ്പാളികൾക്കിടയിൽ നിന്നാണ് ആ പ്രകാശം വന്നുകൊണ്ടിരുന്നത്. ഞാൻ മുന്നോട്ട് നടന്നു ചെന്ന് കതകൾ മുട്ടി. അകത്തുനിന്ന് ഗാംഭീര്യം നിറഞ്ഞ ഒരു പുരുഷ ശബ്ദം കേട്ടു. ആരാ അത്? ഞാനൊരു വഴിപോക്കനാ. കുറച്ചു നേരത്തേക്ക് ഞാൻ ഈ വീട്ടുമുറ്റത്ത് കയറി നിന്നോട്ടെ? മഴയിൽ കുതിർന്ന ഞാൻ ആ വീടിന്റെ ഇറയത്ത് കയറി നിന്നപ്പോഴേക്കും മെല്ലെ ആ കതക് തുറന്നു വന്നു. സാരിത്തലപ്പ് കൊണ്ട് മുഖം മറച്ച നല്ല പൊക്കമുള്ള ഒരു സ്ത്രീ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. ഞാനൊന്ന് പരിഭ്രമിച്ചു. കാരണം അകത്തു നിന്ന് കേട്ടത് ഗാംഭീര്യം നിറഞ്ഞ ഒരു പുരുഷന്റെ ശബ്ദമായിരുന്നു. പക്ഷെ കതക് തുറന്നു വന്നതോ ഒരു സ്ത്രീയും. ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പേ അകത്തെവിടെയോ നിന്ന് വീണ്ടും ആ പുരുഷ ശബ്ദം ഉയർന്നു കേട്ടു. ഞാൻ തല ഉയർത്തി അകത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവിടെ ഒരു മനുഷ്യനെ കണ്ടു. കുറ്റിത്താടിയുള്ള ഒരാൾ. അയാളുടെ കണ്ണുകളുടെ നോട്ടം തീവ്രമായിരുന്നു. നിറം മങ്ങിയ ഒരു മുണ്ടായിരുന്നു ആ മനുഷ്യൻ ഉടുത്തിരുന്നത്. നഗ്നമായ മാറിടം. കഴുത്തിൽ കറുത്ത ചരടുകളും പല നിറത്തിലുള്ള മുത്തുമാലകളും കണ്ടു. നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ അയാൾക്ക് പരിചയപ്പെടുത്താൻ ഒരുങ്ങി. പക്ഷേ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് അയാൾ എന്റെ പിന്നിൽ നിന്ന ആ സ്ത്രീയെ നോക്കി. ഒരക്ഷരം പോലും പറയാതെ ആ സ്ത്രീ അയാളുടെ അടുത്ത് ചെന്ന് ചെവിയോരം ചേർന്ന് നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. അയാൾ കണ്ണടച്ചിരുന്നുകൊണ്ട് അതെല്ലാം കേട്ടതിന് ശേഷം ഒരു ദീർഘശ്വാസം എടുത്തു. പിന്നീട് കണ്ണുകൾ തുറന്ന് ശാന്തസ്വരത്തിൽ എന്നോട് ചോദിച്ചു, അനന്തനാരായണൻ നമ്പൂതിരിയല്ലേ? ഞാൻ അത് കേട്ട്
അന്തം വിട്ട് നിന്നുപോയി. നിങ്ങൾക്കെങ്ങനെ എന്റെ പേരറിയാം? ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. എനിക്ക് താങ്കളുടെ പേര് മാത്രമല്ല, താങ്കളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു വിശുദ്ധ പൈതൃകത്തിന്റെ അവകാശി. അടുത്തുള്ള ഒരു ഇരിപ്പിടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മനുഷ്യൻ എന്നോട് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. താങ്കൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. മഴ തോർന്നാൽ ഉടൻ തന്നെ ഞാൻ പോകും. വീണ്ടും ആ സ്ത്രീ അയാളുടെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു. അതെല്ലാം കേട്ടതിന് ശേഷം അയാൾ എന്റെ മുഖത്തേക്ക് നോക്കി. ഈ മഴ തോരില്ല. നാളെ നേരം വെളുക്കുവോളം ഈ മഴ ഇങ്ങനെ അങ്ങ് പെയ്തുകൊണ്ടിരിക്കും. ഒരു 4 മണിയോടടുത്തേ മഴ തോരുകയുള്ളൂ. ഈ തണുപ്പും മഴയുമുള്ള രാത്രിയിൽ ചുട്ട പപ്പടവും ചമ്മന്തിയും കൂട്ടി ഒരു ചൂട് കഞ്ഞി എടുത്താലോ? നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഹാ എന്നർത്ഥത്തിൽ ഞാൻ തലയാട്ടി. അയാളൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അടുത്തു നിന്ന സ്ത്രീയെ നോക്കി. അയാളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം ആ സ്ത്രീ അകത്തേക്ക് കയറിപ്പോയി. അടുത്ത നിമിഷം തന്നെ ഒരു കിണ്ണത്തിൽ ആവി പറക്കുന്ന പൊടിയരിക്കഞ്ഞിയും മറ്റൊരു പാത്രത്തിൽ ചമ്മന്തിയും പപ്പടവുമായി അവൾ തിരിച്ചെത്തി. അതെല്ലാം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ആ സ്ത്രീ അയാളുടെ അരികിലേക്ക് മാറി നിന്നു. എനിക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നി. ഇത്ര പെട്ടെന്ന് ഇവരിതെല്ലാം എങ്ങനെ തയ്യാറാക്കി എന്നുള്ള ചിന്തയായിരുന്നു എന്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത്. എല്ലാം വളരെ വിചിത്രമായി തോന്നിയെങ്കിലും ഞാൻ ഒന്നും മിണ്ടാതെ ആ കഞ്ഞി കോരി കുടിച്ചുകൊണ്ടിരുന്നു. പുറത്ത് നല്ല ശക്തിയേറിയ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇടിയും മിന്നലും, ഒപ്പം തന്നെ കനത്ത മഴയും. ആ മഴ അതിപ്പോഴെങ്ങും തോരുമെന്ന് എനിക്ക് തോന്നിയില്ല. അത്രയും ശക്തിയേറിയ മഴയിൽ ഓടുപാകിയ പഴയ വീടിന്റെ ഇറയത്ത് നിന്നപ്പോൾ അതെങ്ങാനും ആ കാറ്റിൽ നിലംപൊത്തിയാലോ എന്ന് ഞാൻ ഭയന്നു. കൈയും വായും കഴുകി ഞാൻ വീണ്ടും എനിക്കായി തന്ന ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു. ഒന്നും പറയാതെ തന്നെ ഇയാൾക്ക് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞത്? ഞാനങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നതിനിടയിലും ആ സ്ത്രീ ആ മനുഷ്യന്റെ ചെവിയിൽ അടക്കം പറയുന്നത് പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അയാൾ എന്നെ നോക്കി ചിരിച്ചു. താങ്കളുടെ മനസ്സിലിപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നുമില്ല. ഒരാശയക്കുഴപ്പം, അത്രമാത്രം. താങ്കൾ പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും താങ്കളോട് തുറന്നു പറയാം. ഇതുവരെ ആരും ഇവളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. എനിക്ക് ശേഷം നീ മാത്രമാണ് ഇവളെ കണ്ട ആദ്യത്തെ ആൾ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആരും ഈ സ്ത്രീയെ കണ്ടിട്ടില്ലെന്നോ? അതിനർത്ഥം ഈ സ്ത്രീ ഒരു മിഥ്യയാണെന്നോ? ഇവൾ മരിച്ചു പോയതാണോ? ഞാൻ അങ്കലാപ്പോടെ ചോദിച്ചു. മരിച്ചു പോയതാണോ എന്നോ? ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തൊരാൾ എങ്ങനെയാണ് മരിക്കുക? മനസ്സിലായില്ല. എനിക്കാകെ പരിഭ്രമമായി. ഇവൾ ഒരു സാധാരണ സ്ത്രീയല്ല. എന്റെ സാധനയുടെ ഫലമാണിവൾ. എന്റെ ആത്മീയ പരിശീലനത്തിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ സൃഷ്ടി. അപ്പോൾ നിങ്ങളൊരു ഉപാസകനാണോ? അതെ, ഞാൻ രാഘവദാസ് മൂർത്തി. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസിയാണിവൾ. ഇവൾ ഈ ലോകത്തിൽ നിന്നുള്ളവളല്ല. വെളിച്ചത്തിന്റെയും നിഴലിന്റെയും പരിധിക്കും അപ്പുറമാണ് ഇവൾ വസിക്കുന്നത്. ഈ ഭൂമിയുടെ അതിരിനുമപ്പുറം, മനുഷ്യബോധത്തിന്റെ ആഴമേറിയ അറകൾക്കും അപ്പുറം വസിക്കുന്ന ഒരു ഇവൾക്കെല്ലാം അറിയാം. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പേ അവൾ അത് മനസ്സിലാക്കിയിരിക്കും. ആർക്കും പിടികൊടുക്കാത്ത മനുഷ്യ മനസ്സ് ഇവൾക്ക് മുന്നിൽ ഒരു തുറന്ന പുസ്തകം പോലെയാണ്. നമ്മുടെ ഭൂതവും ഭാവിയും എല്ലാം ഇവൾ പ്രവചിക്കും. നിങ്ങളുടെ കണ്ണുകൾക്ക് മാത്രമാണ് ഇവളെ ദർശിക്കാനായത്. ഒരു നിഴല് പോലെ ഇവൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകും. എന്റെ മുന്നിലേക്ക് വരുന്ന ഏതൊരാളുടെയും ഭൂതവും ഭാവിയും വർത്തമാനവും എന്നുവേണ്ട സകലമാന രഹസ്യങ്ങളും ഇവൾ എന്റെ ചെവിയിൽ ചൊല്ലിത്തരും. ആൾക്കാരുടെ വിചാരം ഞാൻ വലിയ ദിവ്യനാണെന്നാണ്. കാരണം ഞാൻ അവരുടെ മുഖം നോക്കി ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ പ്രവചിക്കുന്നു. ആ ഒരു ഭ്രമത്താൽ ഈച്ചകളെ പോലെ അവരെന്നെ പൊതിയുന്നു. ഭയത്തിൽ നിന്ന് പുറത്തു കടക്കാനാണ് ചിലർ എന്നെ സമീപിക്കുന്നത്. ചിലർ ജിജ്ഞാസ കൊണ്ട്, മറ്റു ചിലർ
അത്യാഗ്രഹം കൊണ്ട് എന്നെ കാണാൻ വരുന്നു. എല്ലാവർക്കും പണവും പ്രശസ്തിയുമാണ് ആവശ്യം. ഞാൻ അവർക്ക് മുന്നിൽ വെറുതെ കണ്ണടച്ചിരിക്കും. എന്റെ ദാസിയായ പിശാചിനെ അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്റെ കാതിൽ പറഞ്ഞു തരും. ഞാൻ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ആൾക്കാർക്ക് അത് വലിയ അതിശയമാണ്. അവരെന്നെ വിശ്വസിക്കുന്നു, എന്നെ ആരാധിക്കുന്നു, എന്റെ കാലിൽ വീഴുന്നു. അവളിലൂടെ ഞാൻ പണവും പ്രശസ്തിയും അളവിൽ കൂടുതൽ സമ്പാദിച്ചു. പക്ഷേ പിന്നീട് കുമിഞ്ഞു കൂടിയ പണമോ വാനോളം ഉയർന്ന പ്രശസ്തിയോ ഒന്നും എന്നെ തൃപ്തനാക്കിയില്ല. അതോടെ എല്ലാം ഉപേക്ഷിച്ച് എല്ലാവരിൽ നിന്നും ഓടി ഒളിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നു. എന്നിട്ടും അവളുടെ കൺവെട്ടത്ത് നിന്ന് ഓടി ഒളിക്കാൻ എനിക്കായില്ല. വർഷങ്ങളായിട്ട് അവളെന്റെ ഒപ്പം തന്നെയുണ്ട്. ഒരു സന്യാസിയാകണമെന്ന ആഗ്രഹത്താലാണ് ഞാൻ വീട് വിട്ടിറങ്ങിയത്. അന്നെനിക്ക് 15-16 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നാളുകൾ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നെങ്കിലും ഒരു സന്യാസി സമൂഹത്തിൽ ചെന്നുപെട്ട ഞാൻ ദൈവിക പാത തിരഞ്ഞെടുത്തു. പൂജയും മന്ത്രജപങ്ങളും വ്രതാനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോയി. പക്ഷേ അതൊന്നും എന്നെ സന്തുഷ്ടനാക്കിയില്ല. പിന്നീട് ഞാൻ ഇരുളിന്റെ വഴി സ്വീകരിച്ചു. അന്നെന്റെ പ്രായം 22. അക്കാലത്താണ് അവളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നിട്ട് നിങ്ങൾ എന്താണ് നേടിയത്? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. ഞാൻ എന്താണ് നേടിയതെന്നോ? അയാളുടെ മുഖത്ത് വല്ലാത്തൊരു ചിരി പടർന്നു. ഞാൻ ആഗ്രഹിച്ചതെല്ലാം അവൾ എനിക്ക് നേടിത്തന്നു. ഞാൻ ആഗ്രഹിച്ചവരെല്ലാം അവൾ എൻ്റെ മുന്നിലെത്തിച്ചു. ഞാൻ വെറുത്തവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവൾ ഇല്ലാതെയാക്കി. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ഇവളൊരു പിശാചിനിയാണെങ്കിൽ ഒരു ഭാര്യയെപ്പോലെ ഇങ്ങനെ ഉടുത്തൊരുങ്ങി സാരിത്തലപ്പ് കൊണ്ട് മുഖം മറിച്ച് എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? അതോ അങ്ങനെ എല്ലാവരുടെ മുന്നിലും അവൾ അവളുടെ മുഖം കാണിക്കാറില്ല. ഞാൻ അവളുടെ യജമാനായതുകൊണ്ട് എനിക്ക് മാത്രമേ അവളുടെ മുഖം കാണാൻ സാധിക്കൂ. ഇവൾ എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ കാണുമോ? പിന്നീട് കൂടുതലൊന്നും പറയാൻ താല്പര്യം കാണിക്കാതെ രാഘവദാസ് എന്നോട് പറഞ്ഞു, താങ്കൾക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്. ഈ വീടിന് പിന്നിലായി ചെറിയൊരു വാരമുണ്ട്. രാത്രി താങ്കൾ അവിടെ വിശ്രമിച്ചോളൂ. വിഷമിക്കേണ്ട, അവൾ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. എന്റെ അനുവാദമില്ലാതെ നിങ്ങളെ ഒന്ന് തൊടാൻ പോലും അവൾക്ക് കഴിയില്ല. ഞാൻ എന്റെ മുന്നിൽ നിന്ന മുഖം മറച്ച ആ സ്ത്രീരൂപത്തെ കണ്ണെടുക്കാതെ നോക്കി. അവളൊരു പാവയെപ്പോലെ അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. രാഘവദാസ് എന്നെ ആ വാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നന്നേ ഇടുങ്ങിയ ചെറിയൊരു മുറിയായിരുന്നു അത്. ഒന്ന് കിടക്കാനായി ഒരിത്തിരി സ്ഥലമുണ്ടവിടെ. ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ വിരിച്ചിരുന്ന ഒരു പുൽപ്പായയിൽ ചുരുണ്ടുകൂടി കിടന്നു. പക്ഷേ തൊട്ടപ്പുറത്തെ മുറിയിൽ ഒരു പിശാചിനി ഉണ്ടെന്ന അറിവിൽ എനിക്ക് എങ്ങനെ ഉറങ്ങാനാവും? ആ കിടപ്പിൽ ഞാൻ ഓരോന്നങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞതെല്ലാം കള്ളമാണോ? അതെല്ലാം അയാൾ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണെങ്കിലോ? പക്ഷെ അയാൾക്ക് എങ്ങനെ എന്റെ പേരറിയാനാവും? എങ്ങനെയാ എന്നെക്കുറിച്ച് അയാൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? എന്റെ ചിന്തകൾ കാട് കയറി. ഞാൻ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ചെറിയൊരു റാന്തൽ വെളിച്ചം മാത്രമേ ആ സമയത്ത് ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ആ വിളക്കങ്ങ് അടഞ്ഞുപോയി. എന്റെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. അവിടെ നിന്നിറങ്ങി എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ തൊട്ടടുത്ത നിമിഷം എന്റെ കൈകാലുകൾ ആകെ മരയ്ക്കാൻ തുടങ്ങി. ഒന്ന് അനങ്ങാൻ പോലും എനിക്ക് കഴിയുന്നില്ലായിരുന്നു. ആരോ എന്നെ ഒരു കയറുകൊണ്ട് കെട്ടി വരിഞ്ഞ് മുറിക്കിയതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും അദൃശ്യമായ ആ ബന്ധനം എന്റെ ശരീരത്തിൽ മുറുകിക്കൊണ്ടിരുന്നു. എനിക്കെന്റെ കണ്ണിമകൾ പോലും അനക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആ സമയം തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്ന് രാഘവദാസിന്റെ ഉറക്കെയുള്ള കൂർക്കമ്പലി കേട്ടു. പുറത്തു പെയ്യുന്ന മഴയുടെ ഇരമ്പത്തിനേക്കാളും മുഴക്കമുണ്ടായിരുന്നു അയാളുടെ ആ കൂർക്കമ്പലിക്ക്. ഞാൻ അയാളെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും
എന്റെ നാവിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. പൊടുന്നനെ എന്റെ കാലുകളുടെ തൊട്ടടുത്തായി എന്തോ ഇഴയുന്നത് പോലെ എനിക്ക് തോന്നി. ഭയപ്പാടോടെ ഞാൻ അവിടേക്ക് നോക്കി. പക്ഷെ കനത്ത ഇരുട്ടിൽ എനിക്കൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ലായിരുന്നു. പുറത്ത് വീണ്ടും മഴ കനത്തു. ഓടുകൾക്ക് പുറത്തേക്ക് വീഴുന്ന മഴവെള്ളം കുത്തി ഒലിച്ച് താഴേക്ക് പതിക്കുന്ന ശബ്ദം അതങ്ങ് കൂടിക്കൂടി വന്നു. ആ സമയം തണുത്ത 2 കൈത്തലങ്ങളുടെ സ്പർശനം എന്റെ കാലുകളിലായി എനിക്ക് അനുഭവപ്പെട്ടു. വിള്ളലുകൾ വീണ ജനൽപ്പാളികളുടെ വിടവിലൂടെ കടന്നെത്തിയ മിന്നൽ വെട്ടത്തിൽ ഞാൻ ആ കാഴ്ച കണ്ടു. ഒരു സ്ത്രീരൂപം എന്റെ കാൽക്കൽ അനങ്ങാതെ കുത്തിയിരിക്കുന്നു. അവരുടെ കൈകൾ എന്റെ കാലുകൾക്ക് മീതെയാണ്. ഞാൻ മുൻപ് കണ്ട അതേ സ്ത്രീ. പക്ഷേ ഇത്തവണ സാരി തലപ്പുകൊണ്ട് അവൾ മുഖം മറച്ചിരുന്നില്ല. പകരം അഴിഞ്ഞുലഞ്ഞ നീളം മുടി അവളുടെ മുഖം മറച്ചിരുന്നു. ആ മുടിച്ചുരുകൾക്കിടയിലൂടെ അവളുടെ തിളങ്ങുന്ന 2 കണ്ണുകൾ മാത്രമേ എനിക്ക് കാണാനാവുന്നുള്ളൂ. ഭയം കൊണ്ട് എന്റെ ഹൃദയം ആ നിമിഷം നിലച്ചു പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്റെ കാൽച്ചുവട്ടിൽ പതുങ്ങിയിരുന്ന ആ രൂപം ചെറുതായി മുരളാൻ തുടങ്ങി. ഒരു കാട്ടുപൂച്ച മുരളുന്നത് പോലെയുള്ള ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവൾ എന്നെ തുറിച്ചു നോക്കി. തൊട്ടടുത്ത നിമിഷം ആ രൂപം എന്റെ നെഞ്ചിന് മുകളിലേക്ക് ചാടിക്കയറി വട്ടമിരുന്നു. ഞാനൊരു ശവം കണക്കെ അനങ്ങാതെ അങ്ങനെ കിടന്നു. എന്റെ മുഖത്തിന് നേർക്ക് കുനിഞ്ഞു വന്ന അവളുടെ മുഖം മറഞ്ഞു കിടന്ന ആ നീളൻ മുടി അവൾ തന്നെ വകഞ്ഞു മാറ്റി. എന്റെ മുഖത്തിന് തൊട്ടു മുകളിലായിരുന്നു അവളുടെ മുഖം. അതിനാൽ അവളുടെ ശ്വാസോച്ഛ്വാസം അതെനിക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അടുത്ത മിന്നൽ വെളിച്ചത്തിൽ അവളുടെ മുഖം എന്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. അതിമനോഹരമായിരുന്നു അത്. അത്രയും സുന്ദരമായൊരു മുഖം ഞാൻ അതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അവളുടെ അഴകേറിയ മുഖം കണ്ടതോടെ എനിക്ക് അതുപോലെ അനുഭവപ്പെട്ട ആ ഭയം അതെവിടെയോ ഇല്ലാതെയായി. എല്ലാം മറന്ന് മറ്റേതോ ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിശ്ചലനായി കിടന്നു. അവളുടെ തിളങ്ങുന്ന കണ്ണുകളിൽ ഞാനൊരു കാട്ടുമൃഗത്തിന്റെ വിശപ്പ് കണ്ടു. വന്യമായ അവളുടെ ആ സൗന്ദര്യം ഞാനതിനു മുന്നിൽ അടിമപ്പെട്ടു പോയി. അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ അലിഞ്ഞ് വിവേകബുദ്ധി നഷ്ടപ്പെട്ടു പോയ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു. പിന്നീട് എന്റെ ചെവിയോരം ചേർന്നവൾ മന്ത്രിച്ചു, നീ എന്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നു. എന്നെ കീഴടക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? മതുപോലെ മധുരമേറിയ അവളുടെ വാക്കുകൾ എന്നിൽ വല്ലാത്ത ആനന്ദമുണ്ടാക്കി. നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ലോകം തന്നെ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവയ്ക്കും ഞാൻ. നിന്റെ ഹൃദയം എന്താഗ്രഹിച്ചാലും അതെല്ലാം ഞാൻ നിനക്ക് നേടിത്തരും. എല്ലാത്തിനും പകരമായി നീ എന്റേത് മാത്രമായാൽ മതി. നിന്റെ ശരീരം മാത്രമല്ല, നിന്റെ ആത്മാവ് പോലും എന്റേതായിരിക്കണം. സദാസമയവും നീ എന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. ഒരു നിമിഷത്തേക്ക് അവൾ നിശബ്ദയായി. പിന്നീട് വളരെ ശാന്തമായി പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ഒരു ജോലി ചെയ്യേണ്ടി വരും. എന്ത് ജോലി? ഞാൻ സംശയത്തോടെ ചോദിച്ചു. ഉടുത്തിരുന്ന ചേലക്കിടയിൽ നിന്ന് എന്തോ ഒന്നവൾ പുറത്തെടുത്തു. ഇരുതല മൂർച്ചയുള്ള ഒരു കടാര അതിന്റെ കയ്യിലേക്ക് വെച്ചുകൊണ്ടവൾ പറഞ്ഞു, രാഘവന്റെ നെഞ്ചിൽ തന്നെ നീ ഇത് കുത്തിയിറക്കണം. സാധാരണക്കാരനായ ഒരുത്തനും അവൾ ആവശ്യപ്പെട്ട ആ കാര്യം ചെയ്യുകയില്ലായിരിക്കാം. പക്ഷേ അത്യാഗ്രഹം കൊണ്ട് ഞാനതിന് സമ്മതിച്ചു പോയി. അധികാരത്തിനായുള്ള ആർത്തി, അവളോടുള്ള ആസക്തി, ആധിപത്യം സ്ഥാപിക്കാനുള്ള എന്റെ മോഹം, ഞാൻ അതിനെല്ലാം അടിമപ്പെട്ടു പോയിരുന്നു. മനോഹരമായ അവളുടെ കൈകളിൽ നിന്ന് ഞാൻ ആ കടാര വാങ്ങിച്ചു. മുമ്പ് വലിയ ക്ഷീണം തോന്നിയിരുന്നെങ്കിലും ആ നിമിഷം വല്ലാത്തൊരു ഊർജം എന്റെ ശരീരത്തിൽ ആകമാനം വ്യാപിക്കുന്നതായി എനിക്ക് തോന്നി. പിന്നീട് ഒന്നും ചിന്തിക്കാതെ ഞാൻ രാഘവദാസിന്റെ മുറിയിലേക്ക് നടന്നു. ആ മുറിയിൽ കത്തിച്ചു വെച്ചിരുന്ന റാന്തൽ വിളക്കിലെ തിരി അത്
അണയാറായിരുന്നു. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ ഞാൻ അയാൾ കിടക്കുന്ന കട്ടിലിനരിയിൽ ചെന്ന് നിന്നു. ഗാഢമായ ഉറക്കത്തിലായിരുന്നു അയാൾ. സമയം ഒട്ടും കളയാതെ തന്നെ ഒരിക്കലും ഉണരാത്തൊരു ഉറക്കത്തിലേക്ക് അയാളെ പറഞ്ഞയക്കാൻ ഞാൻ തിടുക്കം കൂട്ടി. എന്റെ കടാരമുന രാഘവദാസിന്റെ നെഞ്ചിൽ തറഞ്ഞു കയറി. ഒരലർച്ചയോടെ അയാൾ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. വിറയ്ക്കുന്ന കൈകളോടെ ചോര പുരണ്ട കടാരപ്പിടിയിൽ പിടിച്ച് രാഘവനെ പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് വിക്കി വിക്കി പറഞ്ഞു, നീയും അവളുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു. രാഘവദാസ് 1-2 വട്ടം ചുമച്ചു. അയാളുടെ വായിൽ നിന്ന് ചുവന്ന കുറുകിയ ചോര പുറത്തേക്ക് തികട്ടി വന്നു. എനിക്ക് മരണം സമ്മാനിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. എനിക്ക് സ്വാതന്ത്ര്യം നൽകാനും നിനക്കാവില്ല. സ്വാതന്ത്ര്യമോ? ഞാൻ ആകെ പകച്ചുപോയി. മരണവേദനയിലും രാഘവദാസിന്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി വിടർന്നു. അങ്ങേയറ്റം സന്തോഷം നിറഞ്ഞ ഒരു ചിരി. അധികം താമസിയാതെ തന്നെ നിനക്കെല്ലാം മനസ്സിലാകും. നിനക്ക് മുന്നിൽ അവൾ സ്വയം പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം മുതൽ എന്റെ സമയം അടുത്തിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞതാണ്. അയാൾ വല്ലാതെ കിതച്ചുകൊണ്ടിരുന്നു. എത്രയോ തവണ ഞാൻ സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ അതിന് എന്നെ അനുവദിച്ചില്ല. കാരണം അവളായിട്ട് സ്വാതന്ത്ര്യം തരാത്ത പക്ഷം ആർക്കും അവളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അയാളുടെ കിതപ്പ് വല്ലാണ്ട് വർദ്ധിച്ചു വന്നു. എന്റെ ഊഴം കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് നിന്റേതാണ്. ഞാൻ അനക്കമറ്റ് അവിടെ തന്നെ നിന്നുപോയി. ഒടുക്കം നിന്ന നിൽപ്പിൽ ആ മനുഷ്യൻ മറിഞ്ഞടിച്ച് നിലത്തേക്ക് വീണു. പക്ഷേ രാഘവൻ പറഞ്ഞ ആ അവസാന വാചകം അതൊരു ശാപവാക്കുകൾ പോലെ എന്റെ കാതിൽ. അങ്ങനെ ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് ഉയരങ്ങൾ കീഴടക്കണം. ആർക്കും ഇനി ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയരുത്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ നിന്റെ ഒപ്പമുണ്ടെങ്കിലും എനിക്കൊരിക്കലും നിന്റേതാകാൻ കഴിയില്ല. പക്ഷേ ഇന്ന് മുതൽ അങ്ങോട്ട് ഒരാൾക്കും, എന്തിനേറെ നിനക്ക് പോലും നിന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. ആ നിമിഷം മുതൽ സദാസമയവും കർണപിശാചിനി എന്റെ കൂടെ കൂടി എന്റെ മുന്നിൽ വരുന്ന ഓരോരുത്തരുടെയും സകലമാന രഹസ്യങ്ങളും അവൾ എന്റെ കാതിൽ പറഞ്ഞു കേൾപ്പിച്ചു. അവരുടെ ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം ഞാൻ അവളിൽ കൂടി അറിഞ്ഞു. എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ, എന്റെ മുന്നിൽ സ്നേഹം അഭിനയിക്കുന്നവർ, എന്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ തന്നെ ചതിക്കാൻ ശ്രമിക്കുന്നവർ, എല്ലാവരെയും ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം എനിക്കവൾ നേടിത്തന്നു. ബംഗ്ലാവ്, കാറ്, പണം, പ്രശസ്തി, പദവി, അങ്ങനെയെല്ലാം. ഇനി ഒന്നും തന്നെ നേടാൻ ബാക്കിയില്ലായിരുന്നു. നോട്ടുകെട്ടുകളുടെ മുകളിൽ ഞാൻ കിടന്നുറങ്ങി. പക്ഷേ എന്തൊക്കെയുണ്ടായിട്ടും എന്തോ ഒരു ശൂന്യത എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അവളുടെ ശരീരം അതെന്റേതായിരുന്നു. പക്ഷേ അവളുടെ ഹൃദയം അതെന്റേതായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് എന്നെ കാർന്ന് തിന്നുന്ന തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന ഒരു ഏകാന്തത എന്നെ വേട്ടയാടാൻ തുടങ്ങി. ഇരുട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ കരയാൻ കൊതിച്ചു. എനിക്ക് ഒരു കൂട്ട് വേണമായിരുന്നു, എന്റേതെന്ന് പറയാൻ ഒരാൾ. അങ്ങനെ എന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായി. എനിക്കൊരു വിവാഹം കഴിക്കണം. എന്നെ സ്നേഹിക്കുന്ന, എന്റേത് മാത്രമെന്ന് പറയാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്റെ കുട്ടികൾക്ക് ജന്മം കൊടുത്ത് എന്നെ ജീവനായി സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയോടൊപ്പം എനിക്ക് ജീവിതകാലം മുഴുവനും കഴിയണമെന്ന് ഒരാഗ്രഹമുണ്ടായി. പക്ഷേ അത്തരം ആഗ്രഹങ്ങൾ എന്റെ മനസ്സിൽ കടന്നുകൂടിയ ആ നിമിഷം തന്നെ ആ പിശാചിനി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്റെ ചെവിയോരം ചേർന്ന് അലറിക്കൊണ്ടവൾ പറഞ്ഞു, നീ എന്റേതാണ്, എന്റേത് മാത്രം. ഒരിക്കലും നീ മറ്റാരുടെയും സ്വന്തമാകില്ല. സുഹൃത്തുക്കൾ,
കുടുംബം, കാമുകി, ഭാര്യ, അങ്ങനെ ആരും പാടില്ല. ഞാനതിന് അനുവദിക്കില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തന്നെ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ നോക്കിക്കോ ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അന്നു മുതൽ അവളെന്റെ അരികിൽ നിന്ന് ഒരു നിമിഷത്തേക്ക് പോലും മാറിയില്ല. എല്ലായ്പ്പോഴും അവളെന്റെ കാതിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ ആ ശബ്ദം വല്ലാത്തൊരു ഇരമ്പം പോലെ ആയിരുന്നു. ഇടയ്ക്ക് അവൾ അട്ടഹസിച്ചു, ഇടയ്ക്ക് അലറി വിളിച്ചു, ഇടയ്ക്ക് ഏങ്ങലടിച്ച് കരഞ്ഞു. തേനീച്ചക്കൂട്ടം ആർത്തിരമ്പി വരുന്നത് പോലെ സദാസമയവും അവളുടെ ആ ശബ്ദം എന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അവളോട് യാചിച്ചു, എനിക്കിത് സഹിക്കാനാവുന്നില്ല, ദയവായി എന്നെ നീ വെറുതെ വിടണം. പക്ഷേ അവൾ അത് കേട്ടില്ല. പതുക്കെ പതുക്കെ എന്റെ പരിചയക്കാർ, എന്റെ അയൽവക്കക്കാർ, അവരെല്ലാവരും ഞാനൊരു ഭ്രാന്തനാണെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാവരിൽ നിന്നും അകന്നുപോയി. എന്റെ ബന്ധുക്കൾ, എന്റെ സുഹൃത്തുക്കൾ, അങ്ങനെ ഞാൻ സ്നേഹിച്ചവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. പിന്നീട് എന്നേക്കുമായി എല്ലാവരിൽ നിന്നും അകന്ന് ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു. അവൾ, ആ പിശാചിനി മാത്രം എല്ലായ്പ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പലതവണ ശ്രമിച്ചെങ്കിലും അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് ഞാൻ എന്നേക്കുമായി സ്വതന്ത്രനാകും. അതെ, ആ സമയം അത് വന്നെത്തിയിരിക്കുന്നു. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എനിക്കിപ്പോൾ തന്നെ പോയേ മതിയാവൂ. കനത്ത മഴയിലും ഞാൻ റെയിൽവേ ട്രാക്ക് ലക്ഷ്യമാക്കി നടന്നു. ദൂരെ നിന്ന് വരുന്ന ട്രെയിനിന്റെ ഹോൺ അതെനിക്ക് കേൾക്കാമായിരുന്നു. റെയിൽവേ പാളത്തിന് മുകളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കൂകിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശം എന്നെ മുഖത്തേക്കടിച്ചു. ഇനി ഏതാനും നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. ഞാൻ കണ്ണടച്ച് നിന്നുകൊണ്ട് എണ്ണാൻ തുടങ്ങി. 1, 2, 3. പക്ഷേ എന്താണ് സംഭവിച്ചത്? എന്റെ ശരീരഭാഗങ്ങൾ ട്രെയിനിന്റെ ഭാരമേറിയ ചക്രങ്ങൾക്കിടയിൽ ചതഞ്ഞരഞ്ഞു. റെയിൽവേ പാളത്തിലെ കരിങ്കൽ ചീലുകൾ എന്റെ ചോരയിൽ നനഞ്ഞു കുതിർന്നു. എന്നിട്ടും കൂകി വിളിച്ച് പാഞ്ഞുപോയ ട്രെയിനിന്റെ ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. ഭയത്തോടെ ഞാൻ എന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. കൈകാലുകൾ അറ്റുപോയ എന്റെ ശരീരം ട്രെയിൻ ഇടിച്ചതിന്റെ ആഘാതത്താൽ ദൂരേക്ക് തെറിച്ചു വീണിരുന്നു. കൈകാലുകൾ അറ്റുപോയിട്ടും എന്റെ ശരീരത്തിൽ ജീവൻ അവശേഷിച്ചു. മരണം അതെന്നെ തേടി വന്നില്ല. ദൂരെ ഇരുട്ടിൽ നിന്ന് ഒരു ചിരി മുഴങ്ങിക്കേട്ടു. അത് ആ പിശാചിനിയുടെ ചിരിയായിരുന്നു. ഇന്നും ആർക്കും വേണ്ടാത്ത ഒരാളായി ഞാൻ നരകവേദന അനുഭവിച്ച് മരണത്തെ കാത്തു കഴിയുന്നു.